നമസ്കാരം. ഫരീദാബാദിലെ സിക്കോണയിലുള്ള സരസ്വതി സീനിയർ സെക്കൻഡറി സ്കൂൾ വരാന്തയിൽ വെച്ച് 26 വയസ്സുകാരിയായ ഇംഗ്ലീഷ് അധ്യാപിക സന്ധ്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ഭർത്താവ് വികാസിന്റെ പേര് വിക്കി എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കിയാണ് 21 വയസ്സുകാരനായ അമിത് ഈ കൊടും ക്രൂരത ചെയ്തത്. 2 വർഷത്തോളമായി സന്ധ്യയെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയായിരുന്നു കോട്ട് വില്ലേജ് സ്വദേശിയായ അമിത്. ഈ അടുത്ത കാലത്തായി അമിതുമായി സംസാരിക്കുന്നത് പൂർണ്ണമായി നിർത്തിയ സന്ധ്യ ശല്യം തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാകാം അമിതിനെ ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കൂടുതൽ വ്യക്തത വന്നു. രാവിലെ 9:30 മുഖം മറിച്ച് സ്കൂളിലെത്തിയ അമിത് സന്ധ്യയെ പുറത്തേക്ക് വിളിച്ചു വരുത്തി. ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ അവളെ ബലം പ്രയോഗിച്ച് പുറത്തെ ഇടനാഴിയിലേക്ക് വലിച്ചിഴച്ച് കത്തികൊണ്ട് തുടരെ കുത്തുകയായിരുന്നു. 20-ലധികം തവണയാണ് അമിത് സന്ധ്യയെ കുത്തിയത്. നിലവിളി കേട്ട് പ്രിൻസിപ്പൽ തേജ്പാൽ ഓടിയെത്തിയെങ്കിലും കത്തി കാണിച്ച് അമിത് ഭീഷണിപ്പെടുത്തി. വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും മുന്നിലിട്ട് നടന്ന ഈ അതിക്രൂരമായ ആക്രമണത്തിൽ രക്തം വാർന്ന് സന്ധ്യ മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ജീവൻ നഷ്ടമായി. മണിക്കൂറുകൾക്കകം പോലീസ് പ്രതിയെ പിടികൂടി എന്നത് ആശ്വാസം. സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ചാണ് ഈ ആക്രമണം നടത്തിയത്. കത്തി വളയുന്നതുവരെ അധ്യാപികയെ കുത്തിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സഹായത്തിനായി നിലവിളിച്ച സന്ധ്യയെ അയാൾ മർദ്ദിച്ചു. കഴുത്തിലും വയറിലും കുത്തിയ അമിത് സന്ധ്യ നിലത്തു വീണിട്ടും ആക്രമണം തുടർന്നു. സന്ധ്യയുടെ നിലവിളി കേട്ട് സ്കൂൾ പ്രിൻസിപ്പൽ തേജ്പാൽ ഇടനാഴിയിലേക്ക് ഓടിയെത്തുകയാണെങ്കിലും പ്രതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സന്ധ്യ മരിച്ചിരുന്നു. സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സന്ധ്യ ക്ലാസ് എടുക്കുകയായിരുന്നു. ഭർത്താവിന്റെ പേര് പറഞ്ഞാണ് അയാൾ അവളെ പുറത്തേക്ക് വിളിച്ചത്. ഉടനെ അയാൾ അവളെ ആക്രമിച്ചു. 20 തവണയിലധികം അയാൾ അവളെ കുത്തി. ഞാൻ തടയാൻ ശ്രമിച്ചപ്പോൾ എന്നെയും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ അവളെ അൽഫല മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ മരണം സ്ഥിരീകരിച്ചു, പ്രിൻസിപ്പൽ പറഞ്ഞു. 13 സെക്കൻഡിനുള്ളിൽ 20 തവണയോളം പ്രതി സന്ധ്യയെ കുത്തിയതായിട്ടാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പരിക്കുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. വിദ്യാലയത്തിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞ അക്രമത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആന്റി വെഹിക്കിൾ തെഫ്റ്റ് ഇൻ സ്ക്വാഡും സിക്കോണ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘവും ചേർന്ന് 2 മണിക്കൂറിനുള്ളിൽ അമിതിനെ കണ്ടെത്തിയതായി പോലീസ് വക്താവ് യശ്പാൽ യാദവ് അറിയിച്ചു. ചോദ്യം ചെയ്യലിൽ സന്ധ്യ പഠിപ്പിച്ചിരുന്ന തന്റെ ഗ്രാമത്തിലെ സ്കൂളിൽ വെച്ചാണ് അവളെ പരിചയം എന്നാണ് പ്രതി പറഞ്ഞത്. പിന്നീട് അവൾ സംസാരിക്കുന്നത് നിർത്തുകയും പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത് തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നും പ്രതി പറഞ്ഞു. യാദവ് പറഞ്ഞു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഏകദേശം 2 മാസം മുമ്പ് അമിത് വാങ്ങിയതാണെന്നും അന്നു മുതൽ തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നതായും പോലീസ് അറിയിച്ചു.